നമസ്കാരം. വി ഡി സതീശനെ പൂട്ടാനുള്ള CPM-ൻ്റെ ശ്രമങ്ങളൊന്നും വിജയിക്കുന്നില്ല. ഒരു രക്ഷയുമില്ലാതെ സതീശൻ നാട് കീഴടക്കി മുന്നേറുകയാണ്. സതീശൻ്റെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും വേണ്ടി ആത്മവിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ് കേരളം എന്ന നാട്. സതീശനെ അപമാനിക്കാനും നാടിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാനും CPM പെടാപ്പാട് പെടുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കമായപ്പോഴേക്കും CPM-കാർ കൂട്ടത്തോടുകൂടി സൈബർ ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പിണറായി ഭരിക്കുന്ന കാലത്ത് ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ നാടിൻ്റെ വിരോധികൾ എന്നൊക്കെ പറഞ്ഞിടത്താണ് ഒരു മഴ കണ്ട ഉടൻ തന്നെ ഇവർ ചാടിയിറങ്ങുന്നത്. കേരളത്തിലെ ഡാമുകളിലൊക്കെ വെള്ളക്കുറവാണ്, അതുകൊണ്ട് കറണ്ട് കട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഈ വെള്ളപ്പൊക്കത്തിന് ഡാം ഒരു പ്രശ്നമേ അല്ല. എന്നിട്ടും ഡാമുകൾ തുറന്നു വിട്ടു എന്നൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങാൻ പിണറായി വിജയന് കഴിഞ്ഞത് അന്നത്തെ ആ ചമ്മൽ മാറ്റാൻ വേണ്ടിയാണ്. സതീശനുമായി ബന്ധപ്പെട്ടവരോ ഇതേക്കുറിച്ച് വിശദീകരണമൊന്നും നൽകുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുകയാണ് സൈബർ സഖാക്കൾ. ഈ പശ്ചാത്തലത്തിൽ മറ്റൊരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് CPM-കാർ പണ്ട് ഭയപ്പെട്ടി ഇടിച്ചൊതുക്കി മൂലക്കിരുത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാക്കും പ്രവൃത്തിയും CPM-ന് പണിയാകുമെന്ന് ഉറപ്പായതുകൊണ്ട് വ്യാജ പെണ്ണ് കേസിൽപ്പെടുത്തി മൂലക്കിരുത്തിയിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സ്വാധീനമുണ്ടാക്കിയത് മാങ്കൂട്ടത്തിൻ്റെ വാക്കുകളായിരുന്നു. ആ പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, വി ഡി സതീശൻ തന്നാലാവുന്ന വിധം പണി കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ സതീശനെതിരെ ആക്രമണം വ്യാപകമായപ്പോൾ പ്രതിരോധിക്കാൻ കരുത്തോടുകൂടി രംഗത്തെത്തിയിരിക്കുന്നത് മാങ്കൂട്ടത്തിലാണ്. മാങ്കൂട്ടത്തിൽ ഇന്നലെ ചെയ്ത 2 വീഡിയോകളും വൈറലായി. സർക്കാരിനെതിരെ CPM-കാർ കെട്ടിപ്പൊക്കിയ സൈബർ ക്യാപ്സ്യൂളുകളെല്ലാം ഒറ്റയടിക്ക് നിർവീര്യമാക്കാൻ മാങ്കൂട്ടത്തിൽ ഇടപെടലിന് കഴിഞ്ഞു. മാങ്കൂട്ടത്തിൽ രണ്ടാമത് ചെയ്ത വീഡിയോയെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. പത്തനംതിട്ടയിൽ ജലപ്രവാഹം ശക്തമായപ്പോൾ ഒരു സാധാരണ വീട്ടമ്മ ഈ സർക്കാരിനെ തെരഞ്ഞെടുത്തത് ഞങ്ങളാണ്, ഒരു ഗുണവുമില്ല, കഴിഞ്ഞ സർക്കാർ മതിയായിരുന്നു എന്ന് പൊട്ടിത്തെറിച്ച് പറഞ്ഞതാണ് വിവാദ കാരണം. എന്നാൽ അത് ബിജിലിമോൻ എന്നു പേരുള്ള കോഴഞ്ചേരിയിലെ CPM പ്രാദേശിക നേതാവിൻ്റെ കരവിരുതായിരുന്നു എന്ന് പിന്നീട് തെളിയുകയുണ്ടായി. ഈ 2 വാർത്തകളും കാണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ബിജിലി മോനെ പഞ്ഞി കിട്ടത് ഇങ്ങനെയാണ്. അതെ, 1 മിനിറ്റ് നോക്കണേ. എന്തോ ഈ ഗവൺമെന്റ് ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോകുന്നത്. ഇനി ഞങ്ങള് കണ്ടോളാം. ഇതിനെക്കാട്ടി എന്തോ ഡീസന്റ് ആയിരുന്നു വിജയൻ. രാവിലെ പലരും അയച്ചു തന്നൊരു വീഡിയോ ആണ്. കണ്ടപ്പോൾ വലിയ വിഷമം തോന്നി. ഏതൊരു പാവപ്പെട്ട അമ്മ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുകയാണ്. ആ ക്യാമ്പിലെ പരിമിതികളെ പറ്റി പറയുന്നു. എന്തോത്തിനാണ് ഈ ഗവൺമെന്റ് എന്ന് ചോദിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇതിനേക്കാൾ എത്രയോ ഡീസന്റ് ആണ് ആ വിജയൻ എന്ന് ചോദിച്ചിട്ട് പോകുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ജില്ലയിൽ ഉത്തരവാദിത്തപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വിവരം അറിയിച്ചു. ആറന്മുള MLA ശ്രീ അബിൻ വർഗീയെ ഫോൺ കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം എനിക്കിപ്പോൾ അബിൻ തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം അയച്ചു തന്നിരിക്കുന്നത്. അതുകൂടി നോക്കാം. അമ്മേ, രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു? എന്റെ പൊന്നു പോലെ എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് ബിജിലിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. എനിക്ക് ആ അമ്മയോട് പ്രത്യേകിച്ച് പരിഭവമൊന്നും തോന്നിയില്ല. പക്ഷേ ആ നിസ്സഹായമായ അവസ്ഥയിൽ നിൽക്കുന്ന അമ്മയുടെ നാവിലേക്ക് സ്വന്തം കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം കുത്തിത്തിരികെ കൊടുത്ത ആ ബിജിലിമോൻ ആരാണെന്ന് കാണണ്ടേ? അമ്പട കേമ സഖാവ് ബിജിലി കുട്ട കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ ബിജിലിമോൻ എന്ന് പറയുന്ന ചങ്ങാതി. എന്റെ പൊന്നു ബിജിലി, ആ പമ്പയാറ്റിലൂടെ കുത്തിയൊലിച്ചു വരുന്ന ചെളി വാരി തിന്നാൽ ഇതിനേക്കാൾ അന്തസ്സ് കാണും. ഒരു നാടിനെ ചേർത്ത് പിടിക്കുമ്പോൾ നാട്ടിലെ MLA അബിൻ വർക്കിയും കുറെ ഉദ്യോഗസ്ഥന്മാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമെല്ലാം ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിനിടയിലും ഈ വിഷവുമായി കയറാൻ ചില്ലറ ഉടുപ്പൊന്നും പോരെന്റെ പൊന്നു ചങ്ങാതി. നിങ്ങളെപ്പോലുള്ള ദുരന്തങ്ങളെയും ഈ മഴയും ഒരുപോലെ ഈ നാട് നേരിടും. ഈ ദുരന്തത്തിന് ഈ നാട് തിരിച്ചടി നൽകുക തന്നെ ചെയ്യും. ഈ വീഡിയോ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഈ ക്യാപ്സ്യൂൾ പൊളിഞ്ഞിരുന്നു. മാങ്കൂട്ടത്തിൽ പമ്പയിലെ ചെളി വാരി തിന്നുകൂടെ എന്ന് ചോദിച്ച് രംഗത്തിറങ്ങിയതോടെ ഈ വിഷയത്തെക്കുറിച്ച് മിണ്ടാൻ പോലും കഴിയാത്ത വിധത്തിൽ CPM-കാർ പെട്ടുപോയി. വെക്കുന്ന വെടിയെല്ലാം സ്വന്തം കുണ്ടിക്ക് കൊള്ളുന്നത് CPM-ന് ഇപ്പോൾ പതിവായി മാറിയിരിക്കുന്നത് കൊണ്ട് അതിൽ അതിശയമൊന്നും അവർക്ക് തോന്നിയെന്ന് വരില്ല. മഴയം കൊണ്ട് ചാറി തുടങ്ങിയ ഉടനെ വി ഡി സതീശനെ അപമാനിക്കാൻ വേണ്ടി 2-3 വിഷയങ്ങൾ ഉയർത്തിയിരുന്നു. ഒന്ന്, വി ഡി സതീശൻ ഒരു വിരുന്നുണ്ണാൻ പോയ കഥയാണ്. വി ഡി സതീശൻ വിരുന്നുണ്ട് നടക്കുമ്പോൾ നാട്ടിൽ ജനങ്ങൾ ദുരിതത്തിലാണ് എന്ന് പറഞ്ഞ് സൈബർ ക്യാപ്സുകളിൽ നിറഞ്ഞാടിയപ്പോൾ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞ് നിർവീര്യമാക്കി. സ്ഥിരമായി ഏറിൽ ജീവിക്കുന്ന ചില CPM നേതാക്കന്മാർ കൊണ്ടുവന്ന പുതിയ കുത്തിത്തിരിപ്പായിരുന്നു
നാട്ടിൽ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിരുന്നുണ്ട് നടക്കുകയാണ് എന്ന്. എന്താണ് സത്യം? ഇന്നലെ ശ്രീ വി ഡി സതീശന്റെ പരിപാടികൾ മലപ്പുറം ജില്ലയിലായിരുന്നു. പരിപാടികൾ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ കയറി അദ്ദേഹം ഭക്ഷണം കഴിച്ചു. ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഇഷ്ടവും എൻ്റെ ഔചിത്യവുമാണ്. അത് വന്നു കയറുന്ന ആൾ തീരുമാനിക്കുന്നതല്ല. അപ്പോൾ അദ്ദേഹം കൊടുത്ത ഭക്ഷണത്തെ ഇവർക്ക് വിരുന്നായിട്ടാണ് തോന്നിയത്. CPM നേതാക്കന്മാർ ഉന്നയിക്കുന്ന ഈ വിമർശനത്തെ നമ്മളും ഏറ്റെടുക്കുമായിരുന്നു. അതിനെ ഈ നാട് കഴമ്പുള്ളതായി കാണുമായിരുന്നു. ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ ഒരു വിരുന്ന് സംഘടിപ്പിച്ചതാണ് എങ്കിൽ. എന്നാൽ ഇതല്ല. പറച്ചിൽ കേട്ടാൽ തോന്നും നിപ്പയുണ്ടായ സമയം, കോവിഡ് ഉണ്ടായ ഏതാണ്ട് 2-3 വർഷക്കാലമൊക്കെ ശ്രീ വിജയൻ കേരളത്തിൽ ഉണ്ണാവൃതം ഇരുന്നിട്ടാണ് നമ്മുടെ നാടിനെ ഈ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് ഓർത്തുപോകും. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാരോടുള്ള വിനീതമായ അഭ്യർത്ഥന, നിങ്ങൾ ഈ ദുരന്ത കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കഴിക്കുന്ന ബിരിയാണിക്കകത്ത് ചിക്കൻ പീസ് ഉണ്ടോ എന്ന് ചെയ്യുന്ന വലിയ ദുരന്തങ്ങളായി മാറാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ കുറവുകളോ ഉണ്ട് എങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി അത് ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ ജനങ്ങൾ കൈയടിക്കും, സർക്കാർ ആവശ്യമായ തിരുത്തലുകളും വരുത്തും. മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ സജീവമായിരിക്കുന്ന പല വിവാദങ്ങളെയും ഒരുമിച്ച് വീര്യം കെടുത്തുകയായിരുന്നു. CPMന്റെ ഈ ക്യാപ്സ്യൂളുകളാണ് മഴയേക്കാൾ വലിയ ദുരന്തം എന്ന് പറഞ്ഞ് CPM നേതാക്കളെ എയറിൽ കയറ്റിയാണ് മാങ്കൂട്ടത്തിൽ തുടങ്ങിയത്. നമ്മുടെ നാട് ഒരു ദുരന്തത്തെ അതിജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ രാഷ്ട്രീയം പറയുവാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ ഈ സംസ്ഥാനത്തിനെതിരാണോ? നിങ്ങൾ കേരള വിരുദ്ധരാണോ? ഇതിലൊരൊറ്റ ചോദ്യം പോലും ഇന്ന് ഉയർന്നതല്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി വിജയൻ ഈ നാട് ഭരിച്ചപ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ നേരിടുവാൻ സർക്കാർ പരാജയപ്പെട്ടപ്പോൾ അതിനെ പ്രതിപക്ഷം വിമർശിച്ച സമയത്ത് പ്രതിപക്ഷത്തെ നേരിടുവാൻ സർക്കാരും സർക്കാരിൻ്റെ വാഴ്ത്തുപാട്ട് സംഘവും നിരന്തരമായി ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ആക്രോശങ്ങൾ. പക്ഷേ ഇതിലൊന്നുപോലും ഞങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദുരന്തത്തിൻ്റെ സമയത്തെന്നല്ല ഏത് സമയത്തും പറയേണ്ടത് തന്നെയാണ് രാഷ്ട്രീയം. ഞങ്ങൾക്ക് പ്രതിപക്ഷത്തോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ കാമ്പുള്ള കഴമ്പുള്ള രാഷ്ട്രീയം പറയൂ. നിങ്ങൾ എന്തിനാണ് ഈ പരിഹാസങ്ങൾക്ക് പിന്നാലെ പോകുന്നത്? നമ്മുടെ നാട് അടിയന്തരമായി അതിജീവിക്കേണ്ടുന്ന കെടുതി മഴക്കെടുതിയാണോ മാർക്സിസ്റ്റ് കെടുതിയാണോ എന്ന് നമുക്ക് വ്യക്തതയില്ല. മഴയെ നമ്മൾ എന്തായാലും അതിജീവിക്കും. പക്ഷേ ഈ മാർക്സിസ്റ്റ് വിലാപത്തെ നമുക്ക് എന്നാണ് അതിജീവിക്കാൻ കഴിയുമെന്നറിയില്ല. ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തതിൻ്റെ പേരിൽ 1 രൂപ പോലും ഖജനാവിന് നഷ്ടം സംഭവിച്ചിട്ടില്ലെന്നും അത് പിണറായി വരുത്തി വെച്ച ധൂർത്തിന്റെ ബാക്കിയാണെന്നും പറഞ്ഞ് ആ മുനയും ഒടിച്ചു. വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു അത്രേ. വി ഡി സതീശൻ യാത്ര ചെയ്തത് അദ്ദേഹം വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിലാണോ? അല്ല. ശ്രീ വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 2020 മുതൽ 2026 വരെ 48 കോടി രൂപ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം യാത്ര ചെയ്തത്. ഈ വർഷം ആ ഹെലികോപ്റ്റർ പറന്നാലും പറന്നില്ലെങ്കിലും നമ്മൾ 8 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് വാടക ഇനത്തിൽ കൊടുത്തേ പറ്റൂ. ഒന്ന് ആലോചിക്കണം. 40-50 കോടി രൂപയ്ക്ക് പുതിയ ഹെലികോപ്റ്റർ കിട്ടുമ്പോഴാണ് 6 വർഷത്തേക്കിന് 48 കോടി രൂപ വാടകയ്ക്ക് എടുത്തിട്ട് വിജയൻ ഈ ദൂർത്ത് ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഈ ഹെലികോപ്റ്റർ കരാറിന്റെ പ്രത്യേകത, പറന്നാലും പറന്നില്ലെങ്കിലും 1 മാസം ഏതാണ്ട് 1 കോടി രൂപയ്ക്കടുത്ത് ചെലവ് വരും. പിന്നീട് അധികമായി പറക്കുന്ന ഓരോ മണിക്കൂറിനും 90,000 രൂപ കൊടുക്കുകയും വേണം. അപ്പോൾ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാതിരുന്നാലും നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് വാടക ഇനത്തിൽ പൈസ പോകുന്ന പ്രത്യേക വ്യവസ്ഥിതി നമ്മുടെ വിജയൻ സർ ഉറപ്പുവരുത്തിയിട്ടാണ് പോയത്. പിന്നെ മുഖ്യമന്ത്രി ആ ഹെലികോപ്റ്ററിൽ അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്തതിൽ എന്താണ് തെറ്റത്? ഇനി അങ്ങനെ തെറ്റുണ്ട് എങ്കിൽ ശ്രീ വിജയൻ പാർട്ടി സമ്മേളനത്തിൽ പോകുവാൻ വേണ്ടി മുൻപ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് വിവാദത്തിലായത് നിങ്ങൾ ഓർമ്മയുണ്ടോ? അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തത് കൊണ്ടായതുകൊണ്ട് അതിന്റെ വാടക തുക മുഴുവൻ CPM എന്ന് പറയുന്ന പാർട്ടി സർക്കാരിലേക്ക് അടയ്ക്കുമെന്നാണ്. ആ സർക്കാരിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടി ഹെലികോപ്റ്റർ വാടക അടച്ചതിന്റെ ആ രസീത് ചീട്ട് ഒന്ന് കാണിക്കാൻ കഴിയുമോ സഖാക്കളെ? അപ്പോൾ പറന്നാലും പറന്നില്ലെങ്കിലും 48 കോടി രൂപ വാടക കൊടുക്കുന്ന ഹെലികോപ്റ്റർ എടുത്ത ശ്രീ വിജയനാണോ കുറ്റക്കാരൻ? പറന്നാലും പറന്നില്ലെങ്കിലും വാടക കൊടുക്കേണ്ടുന്ന ഹെലികോപ്റ്ററിൽ അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്ത ശ്രീ വി ഡി സതീശനാണോ കുറ്റക്കാരൻ? നിങ്ങൾ വിലയിരുത്തുക. ജയന് ശേഷം കേരളത്തിൽ ഹെലികോപ്റ്ററിനെ ഇത്രയും പോപ്പുലർ ആക്കിയത് വിജയനാണ് എന്ന് ജനങ്ങൾ തിരിച്ചു ചോദിക്കുവാൻ തുടങ്ങിയപ്പോൾ ഹെലികോപ്റ്റർ ക്യാപ്സ്യൂൾ ആകെ തകർന്ന് തരിപ്പണമായി. അതേസമയം എങ്ങനെയാണ് ഈ സർക്കാർ കരുതലോടെ വെള്ളപ്പൊക്കത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന് വിശദമായി പറഞ്ഞാണ് മാങ്കൂട്ടത്തിൽ ഈ വിവാദങ്ങൾ എല്ലാം പൂർത്തിയാക്കുന്നത്. ഇനി ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശിക്കുവാനുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് മറുപടി. മഴ പെയ്ത് ദുരന്തമുണ്ടായാൽ മാത്രം ദുരിതാശ്വാസത്തെപ്പറ്റി ചിന്തിച്ചിരുന്ന വിജയന്റെ ദുരന്ത സർക്കാരിൽ നിന്ന് മാനത്ത് മഴക്കാറ് കാണുന്നതിന് മുൻപ് തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന UDF സർക്കാരിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. ശ്രീ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചുമതലയുള്ള മന്ത്രിയായും ശ്രീ AP അനിൽകുമാർ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയുമായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി അവർ ഒരുമിച്ച് നടത്തിയ മീറ്റിംഗ് കേരളത്തിൽ വരാൻ പോകുന്ന എല്ലാ കാലവർഷക്കെടുതികളെയും അതിജീവിക്കുവാൻ ആവശ്യമായി കേരളത്തെ എക്യുപ്പ് ചെയ്യുക എന്നുള്ളതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ മുന്നറിയിപ്പുകൾ കിട്ടാതിരുന്നിട്ട് കൂടി 31-ാം തീയതി പെയ്ത മഴയ്ക്ക്
29-ാം തീയതി തന്നെ സംസ്ഥാന സർക്കാരിന് തയ്യാറെടുപ്പുകൾ തുടങ്ങുവാൻ കഴിഞ്ഞത്. 29-ാം തീയതി തന്നെ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ 14 ജില്ലാ കളക്ടർമാരുടെയും പ്രത്യേകമായിട്ടുള്ള മീറ്റിംഗുകൾ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരോട് അടിയന്തരമായ സാഹചര്യങ്ങളിൽ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ എ പി അനിൽകുമാറും മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ കൊടുത്തു കഴിഞ്ഞിരുന്നു. ജൂലൈ 20-ന് മുൻപ് തന്നെ ഓറഞ്ച് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പ്രോട്ടോക്കോളുകളും കൃത്യമായി പാലിക്കപ്പെട്ടു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ എ പി അനിൽകുമാറും മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുമായി നടത്തിയ മീറ്റിംഗിന്റെ ഭാഗമായി ഉറപ്പുവരുത്തിയിരുന്നു. 31-ാം തീയതി മഴ ശക്തമാകുന്നതിന് മുൻപ് തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ 14 ജില്ലാ കളക്ടർമാരുമായി അടിയന്തര മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗിന്റെ പ്രത്യേകത, മീറ്റിംഗ് 11 മണിക്ക് നടക്കുന്ന സമയത്ത് തന്നെ അതാത് ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ, പത്തനംതിട്ടയിൽ ശ്രീ പി സി വിഷ്ണുനാഥും ഇടുക്കിയിൽ അനൂപ് ജേക്കബും അടക്കമുള്ള ആളുകൾ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ അവർ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ഈ സംസ്ഥാന സർക്കാർ അടിയന്തരമായ സാഹചര്യങ്ങളെ നേരിടുവാൻ വേണ്ടി എല്ലാ ജില്ലാ കളക്ടർമാർക്കും മുൻ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായി 3 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ക്യാമ്പ് തുടക്കുവാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. അവിടെ എക്യുപ്മെന്റ്സ് വാങ്ങുവാൻ വേണ്ടിയിട്ടും പഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലീനിംഗ് പ്രോസസ്സും സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ വാർഡ് 1-ന് 25,000 മുതൽ 50,000 രൂപ വരെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ കൂടുതൽ ക്ലീനിംഗ് പ്രോസസ്സിന് ആവശ്യമാണ് എങ്കിൽ 1 ലക്ഷം രൂപ വരെ കൊടുക്കുവാൻ ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവും സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു വെള്ളപ്പൊക്കമുണ്ടായി 2ാമത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലീനിംഗ് പ്രോസസ്സിലേക്കാണ്. അത്ര പ്രൊആക്റ്റീവായിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചിരിക്കുന്നത്. 9 NDRFന്റെ ടീം കേരളത്തിൽ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു ഈ മഴയ്ക്ക് മുൻപ് എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രീ ഒക്കുപ്പൈഡ് ആണ് സംസ്ഥാന സർക്കാർ എന്ന് തെളിയിക്കുവാൻ അതിനപ്പുറം എന്തെങ്കിലും ഉദാഹരണം വേണോ? കരസേന, നാവികസേന അടക്കമുള്ള ആളുകളുടെ സേവനം ഈ സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തി. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, മഴ പെയ്തുകൊണ്ട് ശക്തമായിരിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കേരളത്തിന്റെ സ്വന്തം സ്വകാര്യ നാവികസേനയായ മത്സ്യത്തൊഴിലാളികളെ വിന്യസിക്കുവാനും സംസ്ഥാന സർക്കാരിന് വളരെ വിജയകരമായി തന്നെ കഴിഞ്ഞതുകൊണ്ടാണ് ഈ വലിയ മഴക്കെടുതി ഉണ്ടായിട്ടും അതിന് ആനുപാതികമായിട്ടുള്ള ദുരന്തമുണ്ടാകാതെ നമുക്ക് ഈ നാടിനെ ചേർത്ത് നിർത്തുവാൻ കഴിഞ്ഞത്. ഈ മനുഷ്യരുടെ എല്ലാം അധ്വാനവും ആ അധ്വാനത്തെ എല്ലാം ഏകോപിപ്പിക്കുവാൻ ഇവിടെ കരുത്തുറ്റ ഒരു സർക്കാരുണ്ട് എന്നുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസവുമാണ്. കഴിഞ്ഞ സർക്കാരിൽ നിന്ന് ഈ സർക്കാരിലേക്ക് എത്തുമ്പോൾ എൻ്റെ നോട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന PR തള്ള് ഈ സർക്കാരിൻ്റെ കാലത്തിൽ. അതുകൊണ്ട് ജോലി കൃത്യമായി നടക്കുന്നുണ്ട്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കപ്പെട്ടു പോകുന്നുണ്ട്. ഒരു നാടൊന്നിച്ച് ഒരു ദുരന്തത്തെ അതിജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വില കുറഞ്ഞ പരിഹാസങ്ങളും ട്രോളുകളുമായി സോഷ്യൽ മീഡിയയിൽ 10 ലൈക്ക് നേടാം, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ജാള്യത ഒന്ന് മറയ്ക്കാമെന്ന് കരുതുന്ന പ്രതിപക്ഷം മഴക്കെടുതിയേക്കാൾ ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ്. അതുകൊണ്ട് മറ്റു ദുരന്തങ്ങളെ, നിപ്പയും പ്രളയവുമൊക്കെ ശീലിച്ച മലയാളിക്ക് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ദുരന്തത്തെയും നേരിടുവാൻ നമുക്ക് കരുത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.